എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് GST ക്യാൻസലേഷനെ പറ്റിയാണ്. പലരുടെയും ധാരണ GST നമ്മൾ ക്യാൻസലേഷന് ആപ്ലിക്കേഷൻ കൊടുത്തു, അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ പ്രോസസ്സ് ഫിനിഷായി, ഇനിയൊന്നും അതിനെപ്പറ്റി ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, GST ക്യാൻസലേഷൻ അപ്രൂവ് ചെയ്തതിന് ശേഷം GST ക്യാൻസലേഷൻ എപ്പോഴാണോ നമുക്ക് അപ്രൂവൽ കിട്ടുന്നത്, അതിനുശേഷം വിത്തിൻ 3 months, അതായത് 90 days ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഫൈനൽ റിട്ടേൺ നിർബന്ധമായും ഫയൽ ചെയ്തിരിക്കണം. റെഗുലർ ഡീലർ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും എന്ത് ചെയ്തിരിക്കണം? ഫൈനൽ റിട്ടേൺ, അതായത് GSTR 10 എന്ന് പറയുന്ന ഒരു റിട്ടേൺ, ഫൈനൽ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്തിരിക്കണം. എന്തെങ്കിലും നമുക്ക് സ്റ്റോക്കോ കാര്യങ്ങളോ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ഡിക്ലെയർ ചെയ്തിട്ട്, നമ്മളിപ്പം ക്യാൻസലേഷൻ്റെ സമയത്ത് നമ്മളത് ഡിക്ലെയർ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ഈ ഫൈനൽ റിട്ടേണിൻ്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇൻപുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് തിരിച്ചടച്ച് ക്ലോസിംഗ് സ്റ്റോക്കൊക്കെ ഇതാക്കിയിട്ട് സെറ്റിൽ ചെയ്യേണ്ടതാണ്. ഇത് ചെയ്തില്ല എങ്കിൽ, ഫൈനൽ റിട്ടേൺ ചെയ്തില്ല എങ്കിൽ ലേറ്റ് ഫീ ഉണ്ടാകും. 10,000 rupees, മാക്സിമം 10,000 rupees വരെ ലേറ്റ് ഫീ ഉണ്ടാകും. അപ്പോൾ പലരും ഇത് അറിയാനില്ല എന്നുള്ളതാണ് സത്യം. കാരണം ക്യാൻസലേഷൻ ആയല്ലോ, പിന്നെ അതിനെപ്പറ്റി തിരിഞ്ഞു നോക്കണ്ട എന്നുള്ള അവസ്ഥയിലാണുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ക്യാൻസലേഷൻ ചെയ്തതിന് ശേഷം ഫൈനൽ റിട്ടേൺ ചെയ്യാൻ മറക്കരുത്. നിർബന്ധമായും അതിനെന്ത് വരും? ലേറ്റ് ഫീ ഉണ്ടായിരിക്കും. അപ്പോൾ ഫൈനൽ റിട്ടേൺ GSTR 10 ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്.